ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ് ഫോർ എ ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ 30 mm ആൻഡ് ഓഫ് ലെങ്ത് 1.5 meter subjected to a hydrostatic pressure of 100 Newton per millimeter square. Take Poisson's ratio 0.25 and capital E is equal to 1 into 10 raised to 5 Newton per millimeter square. Also calculate the change in volume. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മോഡുലസ് ഓഫ് റിജിഡിറ്റി, പിന്നെ ബൾക്ക് മോഡുലസ്, പോയിസൺസ് റേഷ്യോ തന്നിട്ടുണ്ട്, പിന്നെ ക്യാപിറ്റൽ ഇ തന്നിട്ടുണ്ട്, അതായത് യങ്സ് മോഡുലസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ഫോർമുലാസ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യേണ്ടത്. റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ബൾക്ക് മോഡുലസ് ക്യാപിറ്റൽ കെ എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. യങ്സ് മോഡുലസ് ക്യാപിറ്റൽ ഇ. അപ്പോൾ നമുക്കറിയാം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് 3 വേരിയബിൾസ് ആൻഡ് പോയിസൺസ് റേഷ്യോ. ആ ഇക്വേഷൻ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം, പിന്നെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ഇ ആൻഡ് ക്യാപിറ്റൽ ജി, യങ്സ് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത് E is equal to 2g into 1 plus mu ആണ്. 2g into 1 plus nu. nu എന്ന് പറയുന്നത് പോയിസൺസ് റേഷ്യോ, g എന്ന് പറയുന്നത് റിജിഡിറ്റി മോഡുലസ്, ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ്. അതുപോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബൾക്ക് മോഡുലസ് ആൻഡ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് E is equal to 3k into 1 minus 2 nu. ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിലെ ആദ്യത്തെ പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ചേഞ്ച് ഇൻ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, അത് നമ്മൾ വേറൊരു ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത് റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റിയാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. E is equal to 2g into 1 plus nu എന്നുള്ള ഫോർമുലയാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് ആദ്യം ചെയ്യാം. റിജിഡിറ്റി മോഡുലസ്. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 1 വി നോ ദാറ്റ് G is equal to E by 2 into 1 plus nu എന്നെഴുതാമല്ലോ. ഇതിന്ന് ഇതെഴുതുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തന്നിട്ടുള്ള കാര്യങ്ങൾ ഈ അറിയാം, 1 into 10 raised to 5 Newton per mm square. എല്ലാം mmലാണ്, അപ്പം mmൽ തന്നെ എല്ലാ വാല്യൂസും വരണം. ഡിവൈഡഡ് ബൈ 2 into 1 plus nu. nu എന്ന് പറയുന്നത് 0.25 എന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജി കിട്ടും. അപ്പോൾ ജി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ ചെയ്യുക. അപ്പം 40,000 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. 40,000 അല്ലെങ്കിൽ 40 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. 40 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ജി എന്ന് പറയുന്നത് റിജിഡിറ്റി മോഡുലസ്. ഇനി ബൾക്ക് മോഡുലസ് കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 നോക്കുക. അതിൽ k is equal to E by 3 into k is equal to E by 3 into 1 minus 2 nu. 1 minus 2 nu എന്നാണല്ലോ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് 1 into 10 raised to 5 3 into 1 minus 2 into 0.25. ഓക്കെ, അതെന്ന് പറയുന്നത് 66,666 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ള വാല്യൂ നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 66 അറൗണ്ട് 66,000 കിലോ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ള വാല്യൂ കിട്ടുന്നത്. 66,666
ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. കിലോ ന്യൂട്ടണിലാകുമ്പോൾ അറൗണ്ട് 66,000 കിലോ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് റിജിഡിറ്റി മോഡുലസും ബൾക്ക് മോഡുലസും. വാല്യൂസ് അവിടെ കിടപ്പുണ്ട്. 40 കിലോ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, 66 കിലോ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ചേഞ്ച് ഇൻ വോളിയമാണ്. അത് ഡെൽറ്റ വി ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത് ചേഞ്ച് ഇൻ വോളിയം അല്ലെങ്കിൽ ഡെൽറ്റ വി എന്നുള്ള വാല്യൂ ആണ്. ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി, അതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ബൾക്ക് മോഡുലസിൽ നിന്നാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബൾക്ക് മോഡുലസ് കെ ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണല്ലോ. എല്ലാ മോഡുലസും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ ഇവിടെ സ്ട്രെസ്സിന് പകരമായിട്ട് ഇവിടെ തന്നിരിക്കുന്ന പ്രഷറാണ്. ബൾക്ക് മോഡുലസ് അതായത് വോളിയം ചേഞ്ചസിൻ്റെ കേസിൽ സ്ട്രെസ്സിനെ പ്രഷർ എന്നും പറയും. ഓക്കെ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രഷറാണ്. ഇപ്പം പ്രഷർ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, പ്രഷർ ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസിൻ്റെ കേസ് എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, ഡെൽറ്റ വി ബൈ വി. അപ്പോൾ ഇതാണ് ഫോർമുല. ഇതിൽ ഡെൽറ്റ വി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രഷർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒറിജിനൽ വോളിയം, ഇനിഷ്യൽ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു ഷാഫ്റ്റാണ്, സിലിണ്ടറിക്കൽ ഷാഫ്റ്റാണ്. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് πr² ഇൻറ്റു എൽ ആണ്. ഓക്കെ, അപ്പം അത് വെച്ച് നമുക്ക് വി കാൽക്കുലേറ്റ് ചെയ്യാം. പി അറിയാം, വി കെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി കിട്ടും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വി എന്താണെന്ന് നോക്കാം. വി ഈക്വൽ ടു π ഇൻറ്റു r² എൽ. ഇതാണ് ഫോർമുല, πr² എൽ. പൈ ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ എന്ന് പറയുന്നത് 30 mm ആണ്. അപ്പം 30/2 എത്രയാണ്? 15² ഇൻറ്റു എൽ. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റാണ്. അത് 1.5 മീറ്റർ എന്നാണ്. അപ്പോൾ നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന മില്ലിമീറ്ററിലായതുകൊണ്ട് 1500 മീറ്റർ. അപ്പോൾ പൈ 15² ഇൻറ്റു 1500. ഓക്കെ, അത് നമ്മളിനി കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഈ വാല്യൂ ആണ് കിട്ടുന്നത്. 10,60,287 മില്ലിമീറ്റർ ക്യൂബ് എന്നുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത്. വോളിയത്തിൻ്റെ യൂണിറ്റ് മില്ലിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. 10,60,287 മില്ലിമീറ്റർ ക്യൂബ്. 10,60,287 മില്ലിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, പ്രഷർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ വി ഈക്വൽ ടു പി ബൈ ഡെൽറ്റ വി ബൈ പി ബൈ കെ വി എന്നുള്ള ഇതാണ് വരുന്നത്. അപ്പം വി എന്നുള്ളത് ഇത് മേളിൽ പോവും. അപ്പോൾ പി വി ബൈ കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെൽറ്റ വിയുടെ ഫോർമുല. കെ ഓൾറെഡി ഇപ്പോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. വി ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പം പ്രഷർ എന്ന് പറയുന്നത് 100 എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, 100 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. 100 ഇൻറ്റു വി ഇവിടെ നിന്ന് എടുക്കുക. 287 ഡിവൈഡഡ് ബൈ കെ. കെ എന്ന് പറയുന്നത് 66,000 കിലോ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആയിരുന്നു. അപ്പോൾ കിലോ ന്യൂട്ടണിനെ ന്യൂട്ടൺ ആക്കാൻ വേണ്ടി ഇൻറ്റു 1000
66,000 ന്യൂട്ടൺ പെർ mm² ആയിരുന്നു. അപ്പോൾ നമുക്ക് അറൗണ്ട് ഈ വാല്യൂ കിട്ടും 1590 mm³. ഇതാണ് ചേഞ്ച് ഇൻ വോളിയം. 1590 5 ആണ് 1590 mm³ എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിനി ആൻസർ എഴുതണം. ആൻസർ എഴുതുമ്പോൾ ഓരോ ആൻസറും നമ്മൾ എഴുതിയെടുക്കണം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്തൊക്കെയായിരുന്നു? ജി റിജിഡിറ്റി മോഡുലസ്, അത് 40,000 ന്യൂട്ടൺ പെർ mm², അല്ലെങ്കിൽ 40 kN/mm². കെ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 66 kN/mm². ദെൻ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി എന്ന് പറയുന്നത് 1590 mm³. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്.